ശ്രീലങ്കയിലെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചി നാവികസേനാ കേന്ദ്രത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. കടലിലെ സുരക്ഷാ പരിശോധനയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്ഫോടനം നടത്തിയവർ കടൽ മാർഗം കേരളത്തിലെത്താനുള്ള സാധ്യത കണക്കിലെടുത്താണ് സുരക്ഷ വർദ്ധിപ്പിച്ചത്. ശ്രീനാഥ് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനാഥ്, ശ്രീലങ്കയിലെ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ കടുത്ത ജാഗ്രതയിലായിരുന്നു. ഇപ്പോൾ നാവികസേന ആസ്ഥാനത്ത് കൂടുതൽ സുരക്ഷ ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെ? ശ്രീലങ്കയിൽ സ്ഫോടനം നടത്തിയവർ കേരള തീരത്തേക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള തീരത്ത് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ കടൽ ഭാഗത്ത് നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നാവികസേനാ കേന്ദ്രത്തിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നാവികസേനാ കേന്ദ്രത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, നാവികസേനാ കേന്ദ്രത്തിലേക്ക് കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കാനുള്ള സംവിധാനവും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അത് നേരിടേണ്ട വിധത്തിലുള്ള സംവിധാനമായിരിക്കും ഇവിടെ ചെയ്യുക. സുരക്ഷയുടെ ഭാഗമായി എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? സുരക്ഷയുടെ ഭാഗത്ത് പ്രത്യേക നിയന്ത്രണങ്ങളല്ല ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ്. കടലിലുള്ള പെട്രോളിംഗ് സാധാരണഗതിയിൽ തന്നെ നടത്താറുണ്ട്. അത് കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ തീരപ്രദേശത്തേക്ക് സ്ഫോടനം നടത്തിയവർ എത്താനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. മാത്രമല്ല, ശ്രീലങ്കയിൽ നിന്ന് ഏറ്റവും വേഗം രക്ഷപ്പെട്ടെത്താൻ കഴിയുന്ന ഒരു പ്രദേശം കേരളമാണ് എന്നും കരുതുന്നു. അതുകൊണ്ട് ഇവിടേക്ക് അവർ എത്താനുള്ള ഒരു സാധ്യത കണക്കിലെടുത്താണ് കൂടുതൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. ശരി, എൻ ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്.